ഇത് നമുക്കിപ്പോൾ നമ്മൾ 100 രൂപ റേഞ്ചിന് കൊടുക്കുന്നത്. ഒരു 12-14 കളറോളം വരുന്നുണ്ട്, മിക്സഡ് കളർ എല്ലായിട്ട്. ഓക്കെ. അപ്പോൾ അതിന്റെ ഹൈബ്രിഡുകൾ വരുന്നുണ്ട് 150. പിന്നെ ഇപ്പോഴത്തെ പുതിയ ചില്ലി റെഡ്, ചില്ലി യെല്ലോ അതൊക്കെ 200-250 ആ റേഞ്ചിലൊക്കെ കൊടുക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് ചട്ടിയിൽ വെച്ചാലും ഉണ്ടാവും. ഇതിപ്പോ ഇപ്പൊ തന്നെ ഇത് പൂങ്കായൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് നിറച്ച് ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കാലാപ്പാടി ഇത് നിറച്ച് പൂവാണ്. പിന്നെ ഇത് കോട്ടൂർ കോണം അതും നമുക്ക് നിറച്ച് എല്ലാവർക്കും കൃഷിഭൂമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുളിഞ്ചോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറി ഉണ്ട്. അപ്പോൾ ആ ഒരു നഴ്സറിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തേക്ക് ആദ്യം തന്നെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇവിടുത്തെ ചാനലിനെ ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചാനലിൻ്റെ പേര് നമുക്ക് ഹംസ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണത്? നമ്മള് ഇപ്പോൾ ബോത്താണ്, രണ്ടും കൂടിയാണ്. ഫ്ലവർ പ്ലാന്റുകളും ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളും കോമൺ ആയിട്ട് രണ്ടും ഇതാണ്, ഈക്വൽ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ അധികം വേറെ നഴ്സറി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 2 വർഷം മുമ്പ് നമ്മുടെ ഈ മതിലകം പഠിച്ചേരിയ ഈ കാളമുറി വരെ 12 നഴ്സറി ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ 2-3 നഴ്സറി ഉള്ളൂ. അപ്പൊ ഏകദേശം ഒരു കൂട്ടിപ്പോയി. ഓക്കെ. അപ്പൊ ഈ ഒരു ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു നഴ്സറി മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യടാ. മെയിനായിട്ട് ഈ ഒരു സ്ഥലം നമുക്കൊന്ന് ചോദിക്കാം. സ്ഥലം വരണത് മതിലകം പെരിഞ്ഞനടയിൽ പുളിഞ്ചോട് കൊടുങ്ങല്ലൂർ ഭാഗം അല്ലേ? കൊടുങ്ങല്ലൂരിൽ പ്രമദലം. ബോഗംവില്ല ഇത് നാടൻ ടൈപ്പുകളാണ്. ഇതിലിപ്പോ കുറെ ഒരു 10-12 വെറൈറ്റികൾ വരുന്നുണ്ട്. ഇത് നമുക്കിപ്പോ 100 രൂപ റേഞ്ചിന് കൊടുക്കുന്നത്. ഒരു 12-14 കളറോളം വരുന്നുണ്ട്, മിക്സഡ് കളർ എല്ലായിട്ട്. ഓക്കെ. അപ്പോൾ 7 ഇഞ്ച് ചട്ടി വരുന്നത് നമ്മൾ 100 രൂപ കൊടുക്കണം. ഓക്കെ, 100 രൂപ റേഞ്ചൊക്കെ. പിന്നെ അതിന്റെ ഹൈബ്രിഡുകൾ വരുന്നുണ്ട് 150. പിന്നെ ഇപ്പോഴത്തെ പുതിയ ചില്ലി റെഡ്, ചില്ലി യെല്ലോ അതൊക്കെ 200-250 ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്നത്. കുറെ വെറൈറ്റി വരുന്നുണ്ട്. ഒരുപാട് വെറൈറ്റികൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ കൊല്ലം തൊട്ട്. ചില്ലി ഐസ്ക്രീം, പിന്നെ റൂബി റെഡ്, പിന്നെ അങ്ങനെ കുറെ വെറൈറ്റികൾ ലെവൽ റേഞ്ചിലാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അടീനിയ നമ്മളിപ്പോ കളക്ഷൻ കുറവാണ്. ഇപ്പൊ ഒരു 2 ദിവസം മുമ്പ് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ കോമൺ ആയിട്ട് കൊടുക്കണ 250-230 ആ റേഞ്ച് രൂപക്കാണ് അടീനിയ കൊടുക്കുന്നത്. ഇതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ കളക്ഷനിൽ വേറെ വരുന്നുണ്ട്. ഈ ഒരു റേഞ്ച് ഒക്കെ ഇപ്പൊ പരമാവധി 230 ആ റേഞ്ചിലൊക്കെ കൊടുക്കും. പിന്നെ റോസ് കോമൺ ആയിട്ട് ചെറുതുണ്ട്, ചെറിയ കവറിൽ വരുന്നത് 25 രൂപ. പിന്നെ ചട്ടിയിൽ വരുന്നുണ്ട്, ചട്ടിയിൽ വരുന്നത് 70. പിന്നെ കവറിൽ ഇത്തിരി വലിയ കടയായിട്ട് അതിപ്പോ കുറച്ച് സ്റ്റോക്ക് കുറവാണ്. ഞാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് 80 രൂപ റേഞ്ച്. അത് വലിയ പൂവായിരിക്കും. പിന്നെ അതിന്റെ തന്നെ നമ്മുടെ ഇതുണ്ട്, നമ്മുടെ ഓർക്കിഡ് റോസ്. ഇതൊക്കെ ഓൺ റൂട്ട് വരുന്നതാണ്. ഇതൊക്കെ നശിക്കാത്ത റോസുകളാണ്. നമുക്ക് ധൈര്യമായിട്ട് മാറ്റി വെച്ചാൽ നല്ലോണം ഉണ്ടാകുന്നതാണ്, കൊലകൊലയായിട്ട് ഉണ്ടാവുന്നതാണ്. ഇതിപ്പോ ഇപ്പോഴത്തെ ഡിമാൻഡ് ചെയ്യുന്ന റോസുകളാണ്. ഇതൊക്കെ നല്ലോണം പോയിരുന്നത്. ഇത് 120 രൂപ വലിയ കവറിനുണ്ട്. പിന്നെ വരുന്നത് നമ്മളെ വിങ്ക റോസ്. ഇത് പല ടൈപ്പ് കളറുണ്ട്. അത് ഈ ചട്ടിയിൽ വരുന്ന 30 രൂപ. പിന്നെ ജറബറയുടെ കുറെ കളറുണ്ട്. ഇപ്പൊ മുട്ടക്കായി വരുന്നുള്ളൂ, മുട്ടുണ്ടല്ലോ അതിനും. അത് 70 രൂപ. പിന്നെ ഡാലിയ ഇപ്പൊ സ്റ്റോക്ക് കുറച്ച് കുറവാണ്. ഇപ്പൊ എല്ലാത്തിന്റെ ഡാലിയ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ വിത്തിട്ട് പകരം നിൽക്കുന്നുണ്ട്. സാധാരണ കവറിൽ വന്ന് മറ്റേ ബാംഗ്ലൂര്, അകലക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിൽക്കൽ കുറവാണ്. പക്ഷെ ഇത് നിൽക്കും. ഇത് നമ്മുടെ മണ്ണുത്തിൽ തന്നെ ഒരു വിത്തിട്ട് ചെയ്യുന്നേരം നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മളെ ബട്ടർഫ്ലൈയുടെ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. പിന്നെ സലേഷ്യ അത് 40 രൂപ. ബിഗോണി 50 രൂപ. ഫ്ലവർ പ്ലാന്റ്സ് ഒരു മിനിമം റേഞ്ച്. പിന്നെ പിറ്റോണിയ ചട്ടി, ഇതൊക്കെ നല്ല സൂപ്പർ ഇതായിട്ട് വരണം. കണ്ട നല്ലോണം ഇതായിട്ട് വരണം. സാധാരണ കവറിൽ വരുന്നതാണ്. ഇത് നിൽക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാടൻ കാലാവസ്ഥയിൽ ഉണ്ടാക്കിയാൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാൽസം 50 രൂപ ഉള്ളൂ. 50 രൂപ ഭംഗിയുണ്ട്. 2-3 ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് സെമി ഇൻഡോർ ഒക്കെ വെക്കാന്നുണ്ടെങ്കിൽ ഇത് മൂൺഷൈൻ ഇതൊക്കെ നല്ല വലിയ ഇല വരുമ്പോൾ അതിന്റെ ഭംഗി വരിക. അതൊക്കെ 150 രൂപ. റബ്ബർ പ്ലാന്റ് 150 രൂപ. പിന്നെ അഗ്ലോഡിമയുടെ കുറെ വെറൈറ്റി ഉണ്ട്. ഈ ഫുൾ റെഡ് വരുന്നത് 300. പിന്നെ അതിന്റെ തന്നെ ഐസ് മറ്റേ വേറെ ടൈപ്പ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് ഈ കലേഡിയ 100 രൂപ ഉള്ളു. ഇതും നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ വരുന്ന സാധനമാണ്. ഇപ്പോഴത്തെ ഇതിൽ വെട്ടാണ്. പിന്നെ ഇതിപ്പോഴത്തെ ഒരു ഇതാണ് പിങ്ക് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട്. പിങ്ക് പ്രിൻസ് ഇത് ഒരു ചെറിയൊരു മറ്റേ ക്രീപ്പർ ടൈപ്പാണ്. അപ്പൊ നല്ല ഭംഗിയിൽ വരുന്നതാ. 2 കളറായിട്ട് ഒരു വെർട്ടിക്കൽ ടൈപ്പ്.
ഇതാകുമ്പോ 200 റുപ്യ ഉള്ളു. പിന്നെ ഇത് ചൈന ഡോള് 100 രൂപ ചട്ടി. ചട്ടിയിലെ നല്ല പ്ലാന്റ് ആണ്, 100 രൂപ. ഓക്സിജൻ പിന്നെ മണിമുല്ലയുടെ ഇതൊക്കെ ഇത് വന്നാണ് ഈ മുട്ടായതാണ് കംപ്ലീറ്റ്, അതൊക്കെ 70 രൂപ ഉള്ളൂ. 70 രൂപ. സാധാരണ വലിയ ചട്ടിയിലൊക്കെ വെച്ചിട്ട് 150-200 ഒക്കെ വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ കവറിലുള്ള 70 രൂപ കൊടുക്കുന്നു. ചെടികൾ ഇപ്പൊ ഇന്നത് കുറച്ച് കുറവാണ്, സാധാരണ ഉണ്ടാവലുണ്ട് കുറെ. പിന്നെ ഇത് മറ്റേ അഗ്ലോണിമയുടെ തന്നെ പുതിയ 250 രൂപയുടെ വെറൈറ്റികളാണ്. 3-4 ടൈപ്പ് ഉണ്ട് അതിന്റെ. പിന്നെ നോർമൽ ഇത് മുരിങ്ങ, അത് എപ്പോ ഉണ്ടാവുന്നതാണ്. മുരിങ്ങ, പപ്പായ, പിന്നെ കുരുമുളക്, മുളകിന്റെ തൈ, പിന്നെ സ്ട്രോബെറി ഉണ്ട്. കായൊക്കെ ആയിട്ട് നിൽക്കുന്നു. പാവുമ്പോ 60 രൂപ ഉള്ളൂ സെറ്റിന്. സ്ട്രോബെറി നല്ല പ്ലാന്റുകളാണ് വന്നിരിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണെങ്കിലുണ്ട്. ചെടികൾ ഇഷ്ടംപോലെ പല ടൈപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ സീസൺ അനുസരിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പപ്പായ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റെഡ് ലേഡി എന്ന് പറഞ്ഞാൽ, പിന്നെ ഒന്ന് കുള്ളൻ, ബാംഗ്ലൂർ കുള്ളൻ എന്ന് പറഞ്ഞിട്ട്. അതും ഹൈറ്റ് കുറഞ്ഞിട്ട് അടിനെ ഇഷ്ടംപോലെ വരുന്നതാണ്. ഇതൊക്കെ 35 രൂപ റേഞ്ചിന്. പിന്നെ മുന്തിരി ഉണ്ട്, അത് 35 രൂപ. മുന്തിരിയുടെ തൈകൾ അല്ലേ? പിന്നെ ഇതൊക്കെ ബിഗോണിയുടെ കുറെ വെറൈറ്റി ഉണ്ട്. കണ്ടമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്തിരി സ്റ്റോക്ക് കുറവാണ്. പല കളർ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ചേട്ടന് ഇപ്പൊ ചെട്ടിയുടെ പരിപാടികളൊക്കെ ഉണ്ട് അല്ലെ? ചെട്ടി, വളം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെടി എടുക്കുന്ന ആൾക്കാർക്ക് ചെട്ടി കൊണ്ടുപോകാം അല്ലെ? ചട്ടിയൊക്കെ 8 ഇഞ്ച് 18 രൂപ ഉള്ളൂ. 18 രൂപയുടെ അല്ലെ? അത്യാവശ്യം നല്ല ബലമുള്ള ചെട്ടികളാണ് കേട്ടോ. 18 രൂപ റേറ്റ് ഒക്കെ വരുന്നത്. പിന്നെ അതിന്റെ 10 ഇഞ്ച് ഉണ്ട്, ഇത്തിരി നല്ല വലിപ്പമുള്ളത്. കുരുമുളക് അങ്ങനത്തെ അതൊക്കെ വെക്കാൻ പറ്റിയ 30 രൂപ ഉള്ളൂ. 30 രൂപ റേറ്റ് വരുന്നത് അല്ലെ? 10 ഇഞ്ച് ഉണ്ട്. 10 ഇഞ്ചിന് അതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. 30 രൂപ വരുന്നുള്ളൂ അല്ലേ? 30 രൂപയുടെ ചട്ടി, 18 രൂപയ്ക്ക് ചട്ടി. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് തൈ വെക്കാൻ പറ്റിയ ചട്ടികളുണ്ട് കേട്ടോ, നല്ല വലിപ്പമുള്ളത്. ഒരു ഡ്രമ്മിന്റെ ഒക്കെ ഒരു ഇത് വരും, നല്ല ഉള്ളുമുള്ളാണ്. 18 ഇഞ്ച്. ഇത് വലിപ്പമുണ്ട് അല്ലേ? നല്ല വലിപ്പമുണ്ട്. ഒരു ഹാഫ് ഡ്രമ്മിന്റെ ഒക്കെ ഏകദേശം സാധനങ്ങളാണ്. 220 രൂപ നമ്മൾ കൊടുക്കണം. ഡ്രം മേടിക്കണമെങ്കിൽ 450 രൂപ കൊടുക്കണം. അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട്. 18 ഇഞ്ചാണ് അത്. മാത്രല്ല വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് പിള്ളേർക്ക് ഇത് വെക്കുന്നതും നമുക്കൊരു കടയുണ്ടായിരുന്നു ഇവിടെ, കലങ്ങളൊക്കെ വെക്കുന്നത്. അപ്പൊ അതൊന്നും ഒഴിവാക്കി, അത് വിട്ടുകൊടുത്തപ്പോ അതിൽ കുറച്ച് സാധനങ്ങൾ ബാക്കിണ്ടായിരുന്നു. കുറെയൊക്കെ നമ്മ കടകൾക്ക് കൊടുത്തു, പല കടകൾക്കായിട്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ആവശ്യം കൊടുക്കാം. ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സിന്റെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വെറൈറ്റികൾ. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴേ ഒരുപാട് ഫ്രൂട്ട്സ് തൈ നമ്പർ നഴ്സറികളിൽ പലതും കൊടുക്കുന്നുണ്ട് കുറെ. പക്ഷെ ചിലത് ഫ്രൂട്ട്സിന്റെ കണക്കിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബറാബ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ട്, കാണുവാനുണ്ടാകുന്നുണ്ട്. അതിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, ചെറിയ ബൾബ് കയറ്റുന്നത്. പക്ഷെ അത് ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ഇതിനെ പറ്റും. പിന്നെ പീനട്ട് ബട്ടർ, പിന്നെ ഒരു കിളിഞ്ഞാവല്, പിന്നെ ഒരു ലിപ്പോട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് നമുക്ക് ഫ്രൂട്ട്സ് എന്ന് ജസ്റ്റ് പറയാം, പക്ഷെ അത് നമ്മുടെ ഫ്രൂട്ട്സിന് പക്ഷേ വില കുറവുള്ള സാധനമാണ്. പക്ഷെ അത് നമുക്ക് ഫ്രൂട്ട്സിന്റെ ഒരു കണത്തിൽപ്പെടുത്താത്തതാണ്. നഴ്സറികളിൽ ചെന്നാലും ഫ്രൂട്ടെന്ന് പറഞ്ഞ് കൊടുക്കും, സാധാരണ വിറ്റ് പോണ സാധനം. വെക്കാൻ പറ്റാതെ കുറേ നേരം ഒരു 10-12 ഐറ്റം നല്ലതുണ്ട്. അപ്പോൾ അവർക്ക് അവർ വരുമ്പോഴേ ഇത് നല്ല നമ്മുടെ സജഷൻ കൊടുക്കും. അപ്പോൾ അവർ സെലക്ട് ചെയ്ത് അങ്ങനെ സാധനം കൊണ്ടുപോകണം പതിവ്. ഇത് മറ്റേ മാനില ടെനിസറി എന്ന് പറഞ്ഞാണ്. അതൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത പ്ലാന്റാണ്. അപ്പോൾ കായും കാക്കായിട്ട് വരണതാണ്. ഇത് ഈ വലിയ പ്ലാന്റ് നമ്മൾ 650 രൂപ ഈ വലിയ പ്ലാന്റ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. സാധാരണ ചെറിയ പ്ലാന്റ് തന്നെ 500 രൂപക്ക് എല്ലാവരും വെക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ട് ഒരു സ്ട്രോബെറി യെല്ലോ, സ്ട്രോബെറി ഗുവ, സ്ട്രോബെറി പേരാന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ. ഇതിൻ്റെ റെഡും വരുന്നുണ്ട്. ഇതപ്പോൾ ഇതുമൊരു കായുണ്ടായിരുന്നു. ഇത് 400 രൂപ. ഇത് വലിയ പ്ലാന്റാണ്. അത് കായുള്ളതൊക്കെ കഴിഞ്ഞു. ഇതും ഇതേമാതിരി അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. നമ്മൾ 400 രൂപ ചാർജ് ചെയ്യണം. മരമുന്തിരി ജബോട്ടിക്കാവെന്നാ പറയാം. അപ്പൊ അത് ചെറിയ പ്ലാന്റുകളാണ്. അത്യാവശ്യം പറ്റില്ല, ഇതിലൊക്കെ ആയിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ആയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഏകദേശം എത്ര കൊല്ലൊക്കെ ആയിട്ടുള്ള ഇത് പ്ലാന്റ് ചെയ്തിട്ട് ഒരു 2 വർഷം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഉണ്ടാവാൻ കാരണം ഇത് ഉണ്ടാവുമെന്ന് ലെയർ ചെയ്തെടുത്ത് കൊണ്ടുവന്ന് പെട്ടെന്നുണ്ടാവും. അങ്ങനെ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത്. സാധാരണ ചിലർ ഉണ്ടാവാത്തമെന്ന് ലെയർ ചെയ്തെടുക്കും, പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ പെട്ടെന്ന്. പിന്നെ അതിനെ ചെറു തൈക്കളുണ്ട്. ഇത് നമുക്ക് ഇത് ഒരു 1500-1400 റേഞ്ചൊക്കെ ഉണ്ടായി തന്നെ കൊടുക്കാം. ഉണ്ടായ ഇതുള്ളൂ. സാധാരണ അതിൻ്റെ റേറ്റ് കൂട്ടിയാണ് സാധാരണ നഴ്സറിക്കാർ കൊടുക്കുക.
നമ്മൾ ആ റേഞ്ചിനെ കൊടുക്കും. ഓക്കെ, ആ റേഞ്ചിൽ നമുക്ക് ഉണ്ടാക്കിയതൊക്കെയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ തന്നെ ഇത്തിരി ചെറിയ പ്ലാന്റുകളുണ്ട്. ഇതോ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റാണ്. 450 രൂപ ആ റേഞ്ചിലൊക്കെ ഇത് വേഗം ഉണ്ടാവണം കേട്ടോ. ഇത് തന്നെ സബാറ എന്ന് പറഞ്ഞുണ്ട്. അത് ഇത്തിരി ഇതാണ്, പക്ഷെ അത് വില കുറവുള്ളൂ. പക്ഷേ ഇത്തിരി സമയം എടുക്കും. അത് ഹൈറ്റിൽ വരുന്നത് ഒരു 8 ഇയർ എടുക്കും, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. ഞാവിലല്ലേ? ഇത് നമ്മുടെ ബ്ലാക്ക് ഞാവൽ തന്നെ. ഇത് ഒരു തായ്ലാൻഡ് വെറൈറ്റിയാണ്. ഇത് 14 നാളായിട്ടില്ല വന്നു തുടങ്ങിയിട്ട്, ഒരു 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. സാധാരണ നമ്മുടെ നാടൻ ഞാവൽ ബഡ് ചെയ്ത് വരുന്നത് വെച്ചാൽ 3 വർഷമൊക്കെ പറയാം, പക്ഷെ അത് 3-4-5 വർഷമൊക്കെ ആയിട്ടും ഉണ്ടാവാണ്ട് പലയിടത്തും വരായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ചട്ടിയിൽ വെച്ചാലും ഉണ്ടാവും. ഇതിപ്പോൾ ഇപ്പം തന്നെ ഇത് പൂങ്കായൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് നിറച്ച് ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ധൈര്യമായിട്ട് ചട്ടിയിൽ വെച്ചാലും ഉണ്ടാവുന്ന സാധനമാണ്. ഇത് ജസ്റ്റ് ഒരു 450 രൂപ റേഞ്ചിൽ നമ്മൾ കുടിയിരുന്നുണ്ട്. പേരയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് VNR, നമ്മളിപ്പോൾ കടകളിൽ കിട്ടുന്ന വലിയ പേരുണ്ടല്ലോ, അതാണ് VNR പേരാന്ന് പറഞ്ഞിട്ട്. അത് 180 രൂപ റേഞ്ചുള്ളൂ. പിന്നെ അർക്കാക്കിരൺ, ടൈപ്പിംഗ്, L49, അങ്ങനെ ഒരുപാട് പേരുടെ വെറൈറ്റിന് ഇഷ്ടം പോലെ ഉണ്ട്. KG പേര, പിന്നെ ജപ്പാൻ പേര എന്ന് പറഞ്ഞ സാധനമുണ്ട്. റെഡ് ഡയമണ്ട് ഗുവ, അത് സീഡ് ലെസ്സാണ്. സീഡ് കുരു ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ 3-4 കുരു ഉണ്ടാവുള്ളൂ. പക്ഷേ പേരയിൽ ഏറ്റവും ബെസ്റ്റ് സാധനം, ടേസ്റ്റുള്ള സാധനം, ടേസ്റ്റുള്ളതാണ്. പിന്നെ നമ്മുടെ L49 എന്ന് പറഞ്ഞാൽ നാടൻ ടൈപ്പ് 80 രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. മധുരമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ പിള്ളേരുകൾക്ക് ഇഷ്ടപ്പെടും. വലിയ വലിയ പ്ലാന്റ് നമ്മൾ 400 രൂപ കൊണ്ട് നമുക്ക് നിറച്ച് കായാണ്. പക്ഷേ ഇത് ഉണ്ടായി നിൽക്കണ നല്ല ഭംഗിയായിരിക്കും. ഒരു ചെറിയ പഴുപ്പ് മാറ്റമാതിരി പല ഭംഗിയാണ് സാധനം. ഉള്ളിയും മധുരമായിരിക്കും, പക്ഷേ വലിയവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഒരു 400 രൂപ റേഞ്ചിന് കൊടുക്കണം. പിന്നെ ഇത് വൈറ്റ് ഞാവൽ നിറച്ച് കൂട്ടണം. ഇത് വലിയ പ്ലാന്റിന് ഇതൊരു 600 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വലിയ പ്ലാന്റ് നിറച്ച് കൂട്ടുന്ന സാധനം. മാവുകളൊക്കെ നോക്കാം അല്ലേ? അപ്പൊ മാവിലൊക്കെ അത്യാവശ്യം പൂത്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ നിലവിലല്ലേ? അത് അത്യാവശ്യം വലിപ്പമുള്ള സാധനം. ഇത് ഓൾ സീസൺ തായ്ലാൻഡ് മാവാണ്. ഇതിപ്പോ ഓൾറെഡി തന്നെ ഇതുണ്ട്. ഒരുവിധം ഇതിന് സീസൺ ഇല്ല, ഇടക്കിടക്ക് പൂത്തോണ്ടിരിക്കും. ഇപ്പൊ വർഷത്തിൽ 4-5 പ്രാവശ്യം പൂത്തോണ്ടിരിക്കും. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കാലാപ്പാടി നിറച്ച് പൂവാണ്. പിന്നെ ഇത് കോട്ടൂർക്കോണം, അതും നമുക്ക് നിറച്ച് ഇത് കോട്ടൂർക്കോണം. പിന്നെ ബാക്കിലുണ്ട് അത് സേലം മാങ്ങ. നമ്മുടെ അത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. കോട്ടൂർക്കോണൊക്കെ അത് മാങ്ങ കഴിച്ചിട്ട് ആൾക്കാർ വന്ന് ടേസ്റ്റ് കൊണ്ട് വന്ന് ചോദിക്കണതാണ്. കോട്ടൂർക്കോണം നല്ല ടേസ്റ്റാണ്. പിന്നെ സേലം മാങ്ങ, പിന്നെ പ്രിയൂര്, ഒരു മാങ്ങയിൽ ഒരുവിധം വെറൈറ്റി ഉണ്ട്. പിന്നെ മാങ്ങയിൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ വരവുണ്ടല്ലോ, മിയാസാക്കി, ബനാന മാംഗോ, നാം ഡോക്കുമായി, ചില്ലി മാംഗോ, അങ്ങനെ ഒരുപാട് സാധനം ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് സമയം എടുക്കും ഉണ്ടാവണം. പക്ഷെ ഇതൊക്കെ അത് പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ വെക്കാനാണെങ്കിൽ ഏറ്റവും കോട്ടൂർക്കോണം സൂപ്പർ സജഷൻ. കാലാപ്പാടി നല്ല മാവ. പിന്നെ ഈ നാം ഡോക്കുമായി നല്ല മാവ. അതൊക്കെ അത് വേഗം ഉണ്ടാവും. നമുക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതിപ്പോ ഇത് വലിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 750-800 ആ റേഞ്ച് വരണുള്ളൂ. ഇതിപ്പോ പൊക്കണി 2 ആൾ വേണം കേട്ടോ. അത്രയും ഇതാണ്, വലിയ കവറാണ്. പിന്നെ ഇതിന്റെ ചെറു ടൈപ്പ് വരേണ്ട ഒരു 500 ഏറ്റവും ചെറുത് 180 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ്. എല്ലാം ഒട്ട് മാവുകളുണ്ട്. അപ്പൊ നമ്മള് കൂടുതലും മേടിക്കുമ്പോ നമുക്ക് അത്യാവശ്യം നമുക്കിപ്പോ ഡ്രമ്മിൽ വെച്ചാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോ നോക്കുമ്പോഴാണെങ്കിൽ ഒരു വലിയ പ്ലാന്റ് ഉണ്ട് അല്ലേ? ഇത് ബട്ടർ ഫ്രൂട്ട്, അവക്കാഡോ. ഇതിപ്പോ ഒരാളെ ഹൈറ്റ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്. ഇത് കുറെ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് ട്രോപ്പിക്കലാണ്, അത് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്നതാണ്. ഇതിൽ പിന്നെ കുറെ പേരിൽ വരുന്നുണ്ട്, ഹാസ് അങ്ങനെ പറഞ്ഞ കുറെ ടൈപ്പ്. പക്ഷെ അതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്നതാണ്. നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോവാം, ഇതുണ്ടാവുന്നതാണ്. ഇതിപ്പോ ഒരു വലിയ പ്ലാന്റ് ആണ്. ഇത് നമുക്കൊരു 1000 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ ഉണ്ട്, 200 തൊട്ട് മേലേക്ക് ഉണ്ടല്ലേ. പിന്നെ നമുക്ക് തായ്ലൻഡ് മാങ്ങ ചേട്ടൻ പറഞ്ഞു ചെറുതിലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ചെറുതിലൊക്കെ ആണെങ്കിലും പൂവിട്ടുണ്ട്. ഇത് ഓൾ സീസൺ തന്നെയാണ്, 200 രൂപ ആ റേഞ്ച് ഉള്ളത്. ബുഷ് ഓറഞ്ച് ആണെങ്കിൽ ഇതിലും നിറച്ച പൂട്ടാണ്. ഇതൊക്കെ ഒരു 120 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അബിയുവിന്റെ ഇത്തിരി വലിയ പ്ലാന്റ്. അബിയുവിന്റെ വലിയ പ്ലാന്റ് നമുക്ക് ഒരു 500 രൂപ റേഞ്ചിന് കൊടുക്കാം. നമുക്ക് നല്ല റേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുവിധ ആൾക്കാർ കൊണ്ടുപോകുന്നു. കാരണം ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയിൽ ഈ സാധനം കോമൺ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്, ടേസ്റ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ മണ്ണിൽ ഉണ്ടാവുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഒരുവിധ ആൾക്കാർക്ക് മുമ്പ് റംബുട്ടാനായിരുന്നു നമുക്ക് ഫോറിൻ ഒരു ഫ്രൂട്ട്, എല്ലാവർക്കും കോമൺ ആയിട്ട്. ഇപ്പൊ അത് സെക്കൻഡ് ഇത് വരുന്നത് അബിയാണ്. ഇതിനാണ് മാർക്കറ്റായി വരുന്നത്. നല്ല ഇത് 500 രൂപ. അതിന്റെ ചെറുതുണ്ട് ഒരു 250 രൂപ റേഞ്ച് വരുന്നത്. പിന്നെ ഇതിപ്പോ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം, മറ്റേ എലന്തപ്പഴം, ബേറാപ്പിൾ 130 രൂപ റേഞ്ചാണ്.
പിന്നെ പ്ലാവിയിൽ ഇതാ പ്ലാവ് കുറെ ടൈപ്പ് ഉണ്ട്. J30 അത് J30 എന്ന് പറഞ്ഞ ഒരാണത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാനാണ്. J33 നമുക്ക് ഇത്രയും വലിപ്പമുള്ള പ്ലാനെ നമുക്കൊരു 300 റേഞ്ചിന് കൊടുക്കാം. പിന്നെ വിയറ്റ്നാം സൂപ്പറുകളിന്റെ അത് 120 തൊട്ട് അതിന്റെ വലിപ്പം അനുസരിച്ച് ആ റേഞ്ച്. ഇത് അത്യാവശ്യം തെറ്റില്ലാണ്ട് നമുക്ക് പോകുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ്. അബിയുന്റെ ചെറുതെന്ന് പറഞ്ഞത് തന്നെ 250 രൂപ റേഞ്ചുള്ളൂ. പിന്നെ ചാമ്പയിൽ തന്നെ കുറെ വെറൈറ്റി ഉണ്ട്. ഡൽഹാരി ചാമ്പ, ഉമ്മർ ചാമ്പ, കിങ് കോങ്, പിന്നെ തായ്ലൻഡ്. ഈ ഡൽഹാരി ഉമ്മറൊക്കെ തെറ്റില്ലാത്ത മധുരമുള്ളതാണ്. അതൊക്കെ 300 രൂപ റേഞ്ച് ഒക്കെ ഉള്ളൂ. പിന്നെ തായ്ലൻഡ് ഒക്കെ ആണെങ്കിൽ 100 രൂപ 120 രൂപ റേഞ്ച്. പിന്നെ റംബുട്ടാന് 2 ടൈപ്പ് വരുന്നുണ്ട്. ബഡ് വരുന്നുണ്ട്, ഇത് ഗ്രാഫ്റ്റ് വരുന്നുണ്ട്. ബഡ് എന്ന് പറയുമ്പോൾ 3 വർഷം പറയാ ഉണ്ടാവാൻ, പക്ഷെ അത് 3-4 വർഷത്തിന് മേലെ പിടിക്കുന്നുണ്ട് ഉണ്ടാവാണ്. ഇത് ഗ്രാഫ്റ്റ് ഉണ്ടായതിന്റെ കമ്പുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ചട്ടിയിൽ വെച്ചാലും 1.5 വർഷം കൂടിയ 2 വർഷം കൊണ്ട് സാധനം നമുക്ക് ഫലം റിസൾട്ട് വരുന്നുണ്ട്. നമ്മൊരു 280 രൂപ റേഞ്ചിന് കൊടുക്കണം. അത്യാവശ്യം തെറ്റില്ലാത്ത ഇതാണ്. ഉണ്ടായമെന്ന് ചെയ്തിട്ട് ഉള്ളതാണ്. അന്നേരം ധൈര്യമായിട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു സജഷനിൽ കൊടുക്കുന്ന സാധനമാണത്. പെട്ടെന്നുണ്ടാവാൻ വേഗം ഉണ്ടാവും. നമുക്ക് കൊണ്ടുപോയി ഒരുവിധം കൊണ്ടുപോയവർക്ക് നല്ല റിസൾട്ട് വന്നേക്കണം. പിന്നെ ഇത് ഒരു കൊൽക്കത്ത ഓറഞ്ച്. കൊൽക്കത്ത ഓറഞ്ചാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന സാധനമാണ്. 350 രൂപ റേഞ്ചുള്ളൂ. അത്യാവശ്യം നല്ല പ്ലാന്റാണ്. പിന്നെ ലോങ്ങണും നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു 900 രൂപ റേഞ്ചിനോട് വലിയ പ്ലാന്റ് ഇട്ടാ. ഇതിന്റെ ചെറുതുണ്ട് ഒരു 500 രൂപ റേഞ്ചിന്റെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റാണ്. പിന്നെ സ്വീറ്റ് ലൂബി 2 ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ വലിയതാണ്. ഇത് തായ്ലൻഡ് വെറൈറ്റി ആണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കായ്ക്ക് വലിപ്പം ഉണ്ടാവും. സാധനം പെട്ടെന്ന് ഉണ്ടാവണം. 1.5 വർഷം കൊണ്ടൊക്കെ സാധനം ഉണ്ടാവും. മറ്റേത് ചെറുതായിരിക്കും, പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ചെറുത് കുറേ ഉണ്ടാവും, പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇത് ലോങ്ങനിൽ തന്നെ ഓൾ സീസൺ 4 സീസൺ ഓൾ സീസൺ എന്നും പറയും. ഇത് നമുക്കൊരു 2000 രൂപ റേഞ്ചിന് നമുക്ക് കൊടുക്കാം. കുഴപ്പമില്ല. അത്യാവശ്യം മീഡിയം ഒരു പ്ലാന്റ് ആണ്. ഇതൊക്കെ വേഗം ഉണ്ടാവുന്ന സാധനമാണ്. പിന്നെ അത് തന്നെ നമ്മുടെ പുലാസാനും ഇതും ഉണ്ടായെന്ന് നമ്മൾ ചെയ്യിക്കനാണ്. അതുകൊണ്ട് ഇതും ചില സമയത്ത് പൂവോടുകൂടി നമുക്ക് വരില്ല. ഇതൊക്കെ ധൈര്യമായിട്ട് ഞാൻ കൊടുക്കുന്ന 2 സാധനങ്ങൾ റംബുട്ടാനും പുലാസാനും നമ്മൾ കണ്ടുകൊണ്ട് എടുക്കണതാണ്. ഈ എടുക്കുന്നിടത്ത് അവർ കണ്ടുകൊണ്ട് എടുക്കുന്ന സാധനം പക്ഷെ ഇത് ധൈര്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോ ഒരു 2 വർഷം മുമ്പ് കൊടുത്തു 2-3 അടുത്ത് പോയിട്ടിട്ട് ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നോർമലി കുറെ നമ്മുടെ ഐറ്റംസ് ഇരിക്കും. മരമുന്തിരി അതിന്റെ കുറെ വെറൈറ്റി ഉണ്ട്. മരമുന്തിരി തന്നെ റെഡ് ഹൈബ്രിഡ്, ഗ്രിമാല്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിന്റെ സാധനം. പക്ഷെ ഏറ്റവും നല്ലത് നമുക്ക് കൂടുതൽ പ്രിക്കോസി റെഡ് ഹൈബ്രിഡ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ അല്ലേ പിന്നെ അല്ലാതുകൊണ്ട് പിന്നെ കുറെ സാധനങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവാത്ത കുറെ സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ആപ്പിള്. ഇതിനിടയിൽ ആപ്പിള് നമ്മുടെ നാട്ടിൽ ഉണ്ടാവും പറഞ്ഞ് വന്നിരുന്നു. പക്ഷെ അതും റിസൾട്ട് ചെയ്തവരും കേട്ടിട്ടില്ല. അതേമാതിരി ലിച്ചി, പിന്നെ പിസ്ത. പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ സാധാരണ വെക്കലില്ല. ഞാൻ ചോദിച്ചാൽ തന്നെ അവന് പറഞ്ഞിട്ട് ഞാൻ 2 ചോദിച്ചാൽ കൊടുക്കും. ചിലവർക്ക് അത് വെക്കണം എന്നുള്ളതുണ്ട്. എൻ്റെ വീട്ടിൽ പിസ്ത ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കൊടുക്കും. അല്ലാണ്ട് നമ്മൾ ചോദിച്ചു വരുമ്പോൾ പറയും ഇത് ഉണ്ടാവാത്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ കൂടുതലും നമ്മള് അങ്ങനത്തെ പ്ലാന്റുകൾ വെക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കുക അല്ലെ. ഈ ആപ്പിള് സാധനങ്ങളൊക്കെ ആപ്പിള്, ലിച്ചി, പിസ്ത അങ്ങനത്തെ 3-4 ഐറ്റം നമ്മുടെ കാലാവസ്ഥ ആയിട്ട് യോജിക്കൂല. പിന്നെ ആപ്രിക്കോട്ട്, ഇത് കണ്ട ആപ്രിക്കോട്ടിന്റെ വലിയ പ്ലാന്റ് ആണത്. അത് മുമ്പ് ഉണ്ടാവുന്ന നിറച്ച് പൂക്കലുണ്ട്. പക്ഷെ അത് സാധനം ഉണ്ടാവണില്ല. അതായത് നമുക്കത് പൂവുണ്ടാവും, പക്ഷെ സാധനം ഉണ്ടാവില്ല. നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവില്ല. ഇനി ഉണ്ടായിക്കൂടാന്നില്ല. എല്ലാവർക്കും ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും അല്ലെ. അപ്പോ നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് ബ്ലൂ മൂൺ നഴ്സറി അല്ലെ. ബ്ലൂ മൂൺ നഴ്സറി വരുന്നത് പുളിഞ്ചോടാണ്, കൊടുങ്ങല്ലൂർ ഏരിയ അല്ലെ. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടില് മതിലം പെരിഞ്ഞനിടയിൽ പുളിഞ്ചോട് കൊറ്റംകുളം പുളിഞ്ചോട് ഏരിയയിലാണ് വരുന്നത്. നമ്മൾ 13 വർഷമായി ഇവിടെ. 13 വർഷമായി അല്ലെ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു റൂട്ടിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും മൊത്തം ആൾക്കാർക്ക് പറയണ്ടായിരിക്കില്ല. അപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തുന്നു വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലും അല്ലെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടേക്കാണെങ്കിൽ എത്താം. ഒരു മിഡ് ലെവൽ റേഞ്ചിലാണ് ചേട്ടൻ ചെയ്യണം ഐറ്റംസ് ഒക്കെ അല്ലെ. അത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാനലിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യണത് കൃഷിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക. തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്നാൽ മാത്രമാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തേക്ക് അറിയുന്നതിന് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ടാണെങ്കിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിലും ഒക്കെ ആണെങ്കിൽ ആ ഒരു ചേഞ്ചസ് ആണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനെങ്കിൽ മാത്രമാണ്
നമുക്ക് ഈ ഒരു ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ ഹംസ ചേട്ടനാണ് അല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.